ഇന്ന് വെളുപ്പിന് 2:30 മണിക്കാണ് വന്ന അവിടെ ഒരു ഗ്യാങ് ആയിട്ട് സൗബിൻ, ശ്രീനാഥ് വാസി, ഗണപതി ആൻഡ് അവരുടെ ടീം ഒരുമിച്ചാണ് വന്നത്. പടം കണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പോകണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു പതിനെ പോകണം. അവന്റെ അഭിനയം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത തീർന്നു. അതല്ലേ ഇതിനുശേഷം വേറെ ഇല്ല അടിയിലിടാൻ നമുക്ക്. ഇത് ചിന്തിച്ചില്ല. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ രണ്ടാമത് തിരിച്ചു വരുമ്പോ വേറെ അങ്ങനെ ഷഡ്ഡി അത് തന്നെയാണ് പറയേണ്ടത്. പുള്ളിക്കാരി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ സ്റ്റാൻഡേർഡ് ആക്കാൻ നോക്കിയത്. ഇതൊക്കെ പറയാമോ പറയും. ഞാൻ എന്തായാലും പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഹെയറിൽ കയറും അല്ലെങ്കിൽ വയറിൽ കയറും. എന്തെങ്കിലും ഒന്നും സംഭവിക്കും. എന്റെ ഇടയിൽ ഉണ്ടാവാറില്ല. മീനൊക്കെ കിട്ടുന്നുള്ളൂ, കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് കാര്യം പറഞ്ഞ് ഞാൻ വയലന്റ് ആയതുപോലെ കാണിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഓടി റൂമിലേക്ക് പോകണം. സാലു കുറ്റനാട് ഒഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്നെ വിളിച്ചാൽ ഇതാണ് പ്രശ്നം. ഞാൻ ഉള്ളതൊക്കെ പറയും. എന്റെ മോൻ ഒരു ലഭ്യക്കാരനായിട്ട് വരുന്ന കണ്ടിരിക്കുന്ന അച്ഛനാണ് ഞാൻ. അത് ഇനി എടുക്കാമല്ലോ. അതെ, എടുക്ക. എന്നെ വക്കീലാക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ജഡ്ജായി കോമഡി ഷോന്റെ. ഇത്രയും കാലം യേശുദാസിന്റെ ഒക്കെ ജുബ്ബ തേക്കണ തേപ്പൂട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇന്ന് മുതൽ സൈനന്റെ ഷഡ്ഡി തേച്ച തേപ്പൂട്ടി എന്നറിയപ്പെടും. ഞാൻ ചുമ്മാ ചോദിച്ചാൽ ആരാ ഹീറോ ആരാന്ന് വെച്ചു. രജനികാന്ത് ഹീറോ. അതെനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. കാരണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. വേറെ പലരും വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ അതൊന്നൊരു വിഷമമായിട്ട് തോന്നിയില്ല. ഇപ്പോഴും വിഷമമല്ല. ഓക്കെ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ ഒരു കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞു. വേറൊരു കൂട്ടുകാരനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഞെട്ടാ റെഡി ആയിക്കോണം കേട്ടല്ലോ. സൂപ്പർ സംഭവമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വായോ ചേട്ടായി. ആരാന്ന് ഇപ്പൊ കാണിക്കുവേ. ചേട്ടാ അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ടിനി ടോം is all here. ടിൻചേട്ടാ പറ, ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടുവിശേഷം കുറച്ച് ആദ്യമായിട്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കിട്ടുന്നത് സലീമേട്ടനെ. അപ്പൊ സലീമേട്ടനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സലീമേട്ടനെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഫോറത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? ഭൗതികോ? ബുദ്ധിയുള്ള കോമഡികൾ ഞാൻ കണ്ടുപഠിച്ചതും എൻജോയ് ചെയ്തൊക്കെ സലിയപ്പൻ്റെ കൂടെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് കയറിയിട്ട്, മറ്റൊക്കെ മോശമായിരുന്നല്ല പറയണത്, അത് പഠിച്ചതും എനിക്ക് ഷോസ്. അതിനുശേഷമാണ് ഞാൻ ഈ സവാരി ഗിരി 5 സ്റ്റാർ തട്ടുകടയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ 1, 2, 3 പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ജൈവ കോമഡി എന്ന് പറയാൻ പറ്റില്ലേ. കോമഡിയുടെ കർഷകനാണ് യഥാർത്ഥത്തിൽ. മറ്റിടത്ത് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആളല്ല, സ്വന്തം കൃഷി ചെയ്തിട്ട്. അതെ അതെ, കാലൻ എന്ന് പറയുന്ന പോലെ. അങ്ങനെ പറയരുത്. അങ്ങനെ നമ്മൾ പറയും. ഞാൻ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് കാലൻ, ബ്രഹ്മാവ് അതിന്റെ കാലനാണെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞല്ലേ. പക്ഷെ ഞാൻ സൂപ്പർ ഡിഗ്രി മാറിയിട്ടൊക്കെ അല്ല, നെഗറ്റീവിനാണല്ലോ ഇപ്പൊ മാർക്കറ്റ്. പറഞ്ഞല്ലേ, പടം കണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പോകണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു പതിനെ പോകണം. അവന്റെ അഭിനയം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത തീർന്നു. അതല്ലേ. അല്ല, അത് ശരിക്കും ഓർഗാനിക് കോമഡി. അതായത് വാട്സപ്പിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തോണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, അതാ പറഞ്ഞു. ഇപ്പൊ വന്നല്ലോ, കറക്റ്റല്ലേ. വിത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും. അപ്പോ അല്ല, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു സലീം കുമാർ ഫാൻ ഉണ്ട്, ഒരു ആരാധനയുണ്ട്. ടിൻചേട്ടാ ഇപ്പം എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ആരാധനയല്ല, എനിക്ക് റെസ്പെക്ട്, ബഹുമാനമാണ്. ഏറ്റവും കൂടുതൽ സലീമേട്ടന്റെ ഏത് ക്യാരക്ടറാണ് ടിനിച്ചേട്ടന് ഏറ്റവും പേഴ്സണലി ഇഷ്ടം? എന്നാൽ ഒരെണ്ണം സ്പെസിഫിക്കലി ഞാനൊന്ന് പറയാൻ പറഞ്ഞു. ഒരുപാടുണ്ട്, എന്നാലും ഒരെണ്ണം. എനിക്ക് അച്ഛനുറങ്ങാത്ത വീടാണ്. അച്ഛനുറങ്ങാത്ത ഇപ്പൊ ആദാമിന്റെ മകൻ അബു, കോമഡി ക്യാരക്ടേഴ്സ് വേറെ രസം ഇതില്. പക്ഷെ അച്ഛനുറങ്ങാത്ത വീട് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം സലിയപ്പന്റെ തൊട്ട് മുമ്പിലോ പിമ്പിലോ ഇരുന്നിട്ട് ഞാൻ പടം കണ്ടത്. മുമ്പിലിരുന്ന് കണ്ടത്. അപ്പോൾ അത് വേറൊരു ഏരിയയിലേക്ക് നമ്മളെ ഈ ഞെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഈ
കലാകാരൻ എപ്പോഴും ഞെട്ടിക്കണം, വെടിക്കെട്ടുകാരൻ്റെ പോലെ ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്നാലും കോമഡി റോൾസിൽ കാരണം CID മൂസ ആയാലും കല്യാണരാമൻ ഇങ്ങനെ അയ്യോ, അത് അങ്ങനെ ഒരെണ്ണം പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. എന്നാലും നമുക്കിപ്പോ ചിലപ്പോ ഈ ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ എനിക്ക് അതൊന്നും അല്ല ഇഷ്ടം. സലികുമാറിനോട് സംസാരിക്കുന്നത്, സലിയപ്പനോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു, ഞാൻ പറയും, ഒരു സ്പോണ്ടേനിയസ് കോമഡി ഉണ്ട്. അത് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് ഒരു സ്ഥലത്ത്. ഇതൊന്നും പുറത്തു വരില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അത് ഞാൻ ഔഷധ സസ്യങ്ങളുടെ ഒരു ചെറിയൊരു കൃഷി നടത്തുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സലിയപ്പൻ നെല്ലിൻ്റെ നടത്തുന്നുണ്ട്, പലതരം ചെമ്മീൻ കൃഷി അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ഔഷധ സസ്യം, അതായത് ആർക്കും പരിചയമില്ലാത്ത, അപ്പോൾ സലിയപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നീ ഔഷധ കൃഷിയൊക്കെ നടത്തുന്നതുണ്ട്, അതിൻ്റെ ഇലയൊക്കെ തിന്നുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും. ഞാനപ്പോൾ പറഞ്ഞ്, അല്ല, പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം. നമുക്കിപ്പോൾ വയറുവേദന തലവേദനയൊക്കെ വരികയാണെങ്കിൽ ഇത് അരച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ മാറുമല്ലോ. അതിന് നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? കാരണം ഒരു ചെടി കൊണ്ടൊന്ന് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് ഇത്രയും വലുതാക്കിയിട്ട് വയറുവേദന മാറ്റണതിന് വരെ ഒരു മരുന്ന് തുടങ്ങിയ പോലെയെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചത്, എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്? അടുത്തുള്ള ഇത് കഴിച്ചാൽ ഉറപ്പില്ലല്ലോ ഇത് എന്താന്നുള്ളത്. എന്തറിയാമോ, അപ്പൊ ഇത് നമുക്ക് അത് പറയാ, ഓരോ ചെടിയുടെ ഇലകളും ഓരോ സ്റ്റിറോയിഡുകളാണ്. ചുമ്മാ ഓരോ സ്റ്റിറോയിഡാ. ഇപ്പൊ തുളസി നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാരി തിന്നിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. കണക്കില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും സലീമേട്ടൻ അറിയോ? അതായത് 100,000 പേരറിയാം. അല്ല, നമ്മുടെ ഈ സർക്കിളിൽ ആരെങ്കിലും ഉണ്ട് അതായത് എന്തെങ്കിലും നല്ലതാണെന്ന് കേട്ടിട്ട് അമിതമായിട്ട് കഴിക്കാം? പിന്നെ അതെല്ലാവരും അത് തന്നെയാണ്, ഒരാളെന്നല്ല, എല്ലാവരും. അതിന്റെ രാവിലെ അതിന്റെ വെള്ളം, ഉച്ചക്ക് അതിന്റെ വെള്ളം, വൈകുന്നേരം അതിന്റെ വെള്ളം കഴിക്കാച്ചാല് ഇതിനെല്ലാത്തിനും കണക്കുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് നടക്കണത്. ഈ തുളസിന്നും അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് നടക്കുന്നത്. അതിന് വേറെ ഇംഗ്ലീഷ് മരുന്നൊക്കെ വേറെ സ്ഥലമുണ്ടാ? ഒന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷ് മരുന്നും ഈ ആയുർവേദിക് മരുന്നും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ തന്നെയാണ്. അല്ല, സലീമേട്ടനുമായിട്ടുവേ ഈ ചില സീനിൽ പറഞ്ഞിട്ടുണ്ട്, കല്യാണരാമനിലൊക്കെ ദിലീപേട്ടൻ തന്നെ കൂടെ നിന്നിട്ട് അങ്ങ് ചിരിച്ചു പോകുന്നു. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന്. കാരണം ഈ പറഞ്ഞ ടേക്കിൽ പല സംഭവങ്ങളും കാണിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഞാനൊരു സിനിമയുടെ പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഷർട്ട് ഞാൻ തേക്കാറുണ്ട് സ്വന്തമായിട്ട്. ഇപ്പൊ തേച്ച് കൊണ്ടുവരാറുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കൂടി തേക്കണം. മറ്റേത് കാശ് കൊടുത്തു കൊണ്ടുവന്നാലും ചുളുങ്ങി കിടക്കും. തേക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സലിയപ്പന് ഓർക്കും. വെറുതെ പറയുന്നില്ല. ഇപ്പൊ ഞാൻ തേച്ച് ഈ ഷർട്ട് ഞാൻ സ്വന്തം തേച്ച് വന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ പുളിയറക്കോണത്തുള്ള സ്ഥലം അറിയാമല്ലോ, അത്രയും വലിയൊരു കോമഡിയൻ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ഞാൻ ആസ്വദിച്ചത്. അത് ഞാൻ ഓർത്ത് ഇപ്പോഴും ചിരിക്കാറുണ്ട്. ഞങ്ങൾ ഒരു കോമഡി പ്രോഗ്രാം ചെയ്യാണ്. ആ സമയത്ത് സലിയപ്പൻ്റെ നേതൃത്വത്തിൽ ഇടയ്ക്ക് ഓരോന്ന് ചെയ്യുള്ളൂ. അത് ഭയങ്കര ഹിറ്റുമായിരിക്കും. അപ്പോൾ ഈ പ്രതിമകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമേനെ ആക്രമിക്കുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു കോമഡി. അതായത് പ്രതിമകളെല്ലാവരും ചേർന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നു. അപ്പോൾ വിവേകാനന്ദൻ, ഞാൻ അംബേദ്കർ ആയിരുന്നു വന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോ പ്രതിമകളായിട്ട് ഫുൾ ചെളി തേക്കണം കേട്ടോ. അണ്ടർവെയർ മാർച്ച് വിട്ടിട്ട് ഫുള്ള് ചെളി തേക്കണം. ആ സമയത്ത് വയറ്റിലെല്ലാം പോകണ്ടേ, അപ്പോൾ പിന്നെ ചെളിയാണെങ്കിലും തിന്നും നമ്മൾ. അപ്പോൾ സൈനൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പ്രതിമയായിട്ട് നിന്നിട്ട് മുദ്രാവാക്യമാണ്, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിൽ പ്രതിമകളാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഇതിനു ശേഷം വേറെ ഇല്ല അടിയിലിടാൻ നമുക്ക്. ഇത് ചിന്തിച്ചില്ല. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ രണ്ടാമത് തിരിച്ചു വരുമ്പോൾ വേറെ അങ്ങനെ ഷഡ്ഡി അത് തന്നെയാണ് പറയേണ്ടത്. പുള്ളിക്കാരി കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ഇത്ര സ്റ്റാൻഡേർഡ് ആക്കാൻ നോക്കില്ല. അപ്പോ നമ്മളൊക്കെ ഇത് ഉണക്കി, പല സ്ഥലത്ത് ഉണക്കി. അപ്പൊ നമ്മുടെ മോഹൻ ചേട്ടൻ ഇരിക്കുന്ന മേക്കപ്പ് റൂം അറിയാലോ, അവിടെ നിന്ന് ഭയങ്കര പുക വരിക. പുള്ളി ചെന്നപ്പോ സൈനൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, ഈ നനഞ്ഞ ഷഡ്ഡിയില്ലേ തേപ്പൂട്ടി വെച്ച് ഈ ദോശയൊക്കെ ചുടണ പോലെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പം മോഹൻ ചേട്ടൻ വന്ന് തലയെ കൈ കൊടുത്തിരിക്കുകയാണ്. ഇത് ആരാണ് ഈ സലീംകുമാറിനൊപ്പം വന്നേക്കണെന്ന് ചോദിച്ചു. സലിയപ്പം വന്നിട്ടൊരു സാധനം പറഞ്ഞു അവിടെ നിന്നിട്ട്, എടാ ഇത്രയും കാലം യേശുദാസിന്റെ ഒക്കെ ജുബ്ബ തേക്കണ തേപ്പൂട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇന്ന് മുതൽ സൈനന്റെ ഷഡ്ഡി തേച്ച തേപ്പൂട്ടി എന്നറിയപ്പെടും. ഇപ്പോഴും മോഹൻ ചേട്ടൻ എന്നെ കാണുമ്പോൾ ചോദിക്കും, ഈ സൈനൻ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങളുടെ ആള് സജീവമാണ്, ഇപ്പോഴും തേക്കാറുണ്ട് പുള്ളി. അതുകൊണ്ട് ഓരോ ഷർട്ട് തേക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്ന കോമഡി. നിങ്ങളെല്ലാരും എന്നാ ചെയ്തു? ഞാനൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ ഇട്ടോണ്ട് ഓടി. ഞാൻ കണ്ടിട്ടുണ്ട് ദാസേട്ടന്റെ ജുബ തേക്കണ വീട്ടിൽ. അതാണ് പെട്ടെന്ന് ദാസേട്ടനെ
അല്ല ഏട്ടാ പുള്ളി ഇത് ചെയ്തെടുത്തു റെഡിയാക്കി. നിങ്ങൾ എല്ലാരും അതെങ്ങനെ മാനേജ് ചെയ്തു? ഓ, എന്താണ് ഈ പറയണത്? ഇനി ഇതിപ്പോ അന്നത്തെ കാര്യമൊക്കെ എടുത്തിട്ട് അത് എങ്ങനെ ഉണക്കണമെന്ന് ഞാൻ പറഞ്ഞു പ്രാക്ടിക്കലാക്കി പറഞ്ഞുതരാം. കുറച്ചേരം ശരീരത്തെ എന്ത് തണുത്തത് ഇട്ടാലും ഉണങ്ങി കിട്ടും. അങ്ങനെ അതെ. പക്ഷെ ഇവൻ എന്താ പെട്ടെന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിട്ട് പുള്ളി അങ്ങ് ഭയങ്കര ഓവറായിട്ട്. അത് ശരിക്കും ഞാൻ പറയും തട്ടുകടയിൽ മറ്റേ ഇങ്ങനെ വെള്ളം തെളിക്കരുത്. സൗണ്ടും റൂമല്ലേ, വലിയ റൂമല്ലേ AC റൂം. ഇതുവരെ പുറത്ത് പറയാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല. ഞാൻ എല്ലാ ദിവസം സലിയപ്പന്റെ ആസ്വദിക്കുന്ന കാര്യമാണ്. തേക്കാൻ നേരത്തെ ഇങ്ങനെ വെള്ളം തെളിക്കും. അപ്പൊ ഞാൻ സൈനനെ ഓർക്കും, സലിയപ്പൻ പറഞ്ഞത് ഓർക്കും. അപ്പൊ ഇന്ന് ഞാൻ അതുകൊണ്ട് ഓടിയെത്തിയത് അതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഇതുപോലെ ഒരു റിയൽ ലൈഫിൽ നിന്ന് സലീം കുമാർ എന്ന ആക്ടറിന്റെ ഒരു സ്പോണ്ടേനിറ്റി അത് ഒരുപാടുണ്ടെന്ന്. ഇപ്പൊ നമ്മള് എലൈറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും ഇതൊക്കെ പറയാമോ പറയാം. ഞാൻ എന്തായാലും പറഞ്ഞ ഒന്നില്ലെങ്കിൽ എയറിൽ കയറും അല്ലെങ്കിൽ വയറിൽ കയറും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇതിന്റെ ഇടയിൽ ഉണ്ടാവാറില്ല, മീനൊക്കെ കിട്ടുന്നുള്ള കുഴപ്പമില്ല. എലൈറ്റ് ഹോട്ടലിൽ നമ്മൾ കാസറ്റ് വർക്കൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒന്ന് കൂടണമല്ലോ, മദ്യപിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അന്ന് എല്ലാവരും മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാലു കുറ്റനാട് എന്ന് പറഞ്ഞൊരാള് നമ്മുടെ കൂടെ വന്നപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളല്ല. സലീം കുമാർ പറഞ്ഞ് പുള്ളിനെ ഒഴിവാക്കാൻ വേണ്ടി, പുള്ളി കേൾക്കുമ്പോൾ വിഷമിക്കരുത് കേട്ടോ, കാരണം ഇത് തമാശയായിട്ട് എടുക്കണം, പഴയ കാല തമാശകളായിട്ട്. സലീം പറഞ്ഞ് ഞാൻ വയലൻ്റ് ആയതുപോലെ കാണിക്കും. അപ്പം നിങ്ങളൊക്കെ ഓടി റൂമിലേക്ക് പോകണം. അപ്പം സാലു കുറ്റനാട് ഒഴിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാന്ന് പറഞ്ഞ്. അപ്പം ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്നെ വിളിച്ചാൽ ഇതാണ് പ്രശ്നം, ഞാൻ ഉള്ളതൊക്കെ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ സലിയപ്പൻ അങ്ങനെ എന്നിട്ട് വയലൻ്റ് ആവാണ്. ഷിയാസ് ഒച്ചയുണ്ടാക്കുന്നു. എല്ലാവരും മുറിയിലേക്ക് പോയി. ഞാൻ ഇവരൊക്കെ പിന്നിലാണ് നിൽക്കുന്നത്, ഇവരൊക്കെ പിന്നാലെ വന്നിട്ടുള്ള ആളാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സാലു കുറ്റനാട് പറഞ്ഞത്, എല്ലാവരും പോയി, രക്ഷപ്പെട്ട്, ഇനി നമുക്ക് കൂടാന്ന്. ഞങ്ങളൊക്കെ ആരായി? ഞങ്ങളൊക്കെ മുറിയിൽ കാത്തിരിക്കണാണ് ഇതിൽ കൂടി. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ ഇതിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ ആരും ഓർക്കാത്തതുമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് മനസ്സിൽ. ഇതൊക്കെ ഓർത്തിട്ടാണ് സിനിമകളിലെ സീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് ഞാൻ റിപ്പീറ്റ്. പക്ഷേ ഇത് എന്നെ ഓരോ ദിവസവും എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ എന്നെ എയറിലാക്കുന്നതിൽ സലീം കുമാർ ആയിരിക്കും അതിൻ്റെ കൗണ്ടർ അടിക്കുന്നത്. ഇതാരാണ് ഇനി ഇന്നാള് കൊള്ളാം അതൊക്കെ വരുന്നത് എനിക്കൊക്കെ എന്നെ എയറിൽ കയറ്റുന്ന ഒരു മുഖമാണത്. അപ്പൊ അതുകൊണ്ട് നിത്യേനെ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്ന പോലെ ഞങ്ങൾ അതെ ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ പറയാറുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സലിയപ്പൻ്റെ ഒരു കോമഡി പറഞ്ഞിരിക്കും അവരിപ്പോൾ ഷൂട്ടിങ്ങിന്. അതുകൊണ്ട് ദാസേട്ടൻ്റെ പാട്ടില്ല അത്ര ഒരു ഇതായിട്ട് ഞാൻ പറയുന്നല്ലോ, ഭയങ്കര സൂചിപ്പിച്ച് ഉയർത്തി പറയുന്നതല്ല. നമ്മൾ മൊബൈലിലാണെങ്കിലും കണ്ടിരിക്കും സലിയപ്പന്റെ മുഖം അല്ലേ. ഇമോജി ഒക്കെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സലീമേട്ടൻ അത് കാണുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇമോജീസും മെമ്മീസും ഉള്ളത് സലീമേട്ടന്റെയാ. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കുറേയൊക്കെ. ആണല്ലേ? ഒരുപാടുണ്ട്. 2-3 ദിവസമായിട്ട് മകനെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പരിപാടി. മകൻ ചന്തുവാണ് ഇപ്പൊ കംപ്ലീറ്റ് കൗണ്ടർ അടിച്ചു. സലീമേട്ടൻ ചന്തുവിന്റെ പടം കണ്ടോ? മഞ്ഞുമൽ ഇല്ല കണ്ടില്ല. കണ്ടില്ലേ? ഹിറ്റാണ് പടം. ഒരു രക്ഷയില്ല. അപ്പൊ ചന്തു ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയണ കേട്ടു, അച്ഛൻ എന്തു പറഞ്ഞു, എല്ലാരും ഇങ്ങനെ ചോദിക്കുകയാണ്, സലീം കുമാറിന്റെ മകനാണ്, എന്തു പറഞ്ഞു അച്ഛൻ? അച്ഛൻ മൈൻഡ് ആക്കിയിട്ടൊന്നും ഇല്ല, അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിലയൊന്നും തരുന്നില്ല. എന്നത് എന്നാ ഏട്ടാ മൈൻഡ് ആക്കാത്തെ? കാരണം ഞാൻ കണ്ടിട്ടില്ല. ആണോ? അപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ, നാളെ അങ്ങനെ കാരണം ഞാനല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ സലിയപ്പൻ ഒരു കോമഡി അതിലും വേറെ ആൾക്കാരെ പിന്നെ ബാക്കി തീരുമാനിക്കണത്. ആ കോമഡിയൊക്കെ ഉപയോഗിക്കുകയും ആ ഇമോജിയൊക്കെ എടുക്കുകയും വേറെ അത് വിട്ട് കഴിഞ്ഞാൽ പോയി പിന്നെ വേറെ ആൾക്കാരുടെ കയ്യിലാണ്. അല്ല എന്നാലും ചന്തു സലീമേട്ടൻ നമ്മളൊരു റാപ്പോ എങ്ങനെയാണ്? ഒരു അച്ഛൻ മകൻ ഫ്രണ്ട്സ് ആണോ അതോ അധികം സംസാരിക്കാറുണ്ട്? ഫ്രണ്ട്സ് ഞാൻ അധികം സംസാരിക്കാറൊക്കെ ഒന്നുമില്ല. അതെന്നാ അത് അവരെ കിട്ടണ്ടേ അങ്ങനെ. എന്നാലും ചന്തുവിൽ ഈ ഒരു കഴിവുണ്ട് എന്ന് സലീമേട്ടൻ ഒറ്റയ്ക്ക് ഒരു സെന്റർ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സലീമേട്ടൻ അന്നേ തോന്നിയിരുന്നോ? അല്ല ഞാൻ അവനെ LLB പഠിക്കാനാണ് വിട്ടത്, വക്കീലാവും. അപ്പോൾ MA കഴിഞ്ഞപ്പം പറഞ്ഞ് എനിക്ക് LLBക്ക് കയറണമെന്ന് പറഞ്ഞു. ഓ സന്തോഷം. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഡിഗ്രി ആയിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ ഒരു LLBക്കാരനായിട്ട് വരുന്ന കണ്ടിരിക്കുന്ന അച്ഛനാണ് ഞാൻ. അതിനി എടുക്കാമല്ലോ. അതെ എടുക്കാം. എന്നെ വക്കീലാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ജഡ്ജായി കോമഡി ഷോന്റെ. അല്ല കാരണം ഇന്നലെ ഞങ്ങൾ ചന്തുവിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സലീമേന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ എടുക്കുകയാണ്. പക്ഷെ ചന്തു അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതാ ഞങ്ങൾ ചോദിച്ചത്. അല്ല അവൻ ഇന്ന് വെളുപ്പിന് ഒരു 2:30 മണിക്കാണ് വന്ന അവിടെ. ഒരു ഗ്യാങ് ആയിട്ട് സൗബിൻ, ശ്രീനാഥ് ബാസി, ഗണപതി ആൻഡ് അവരുടെ ടീം ഒരുമിച്ചാണ് വന്നത്.
ആ 2:30 മണിക്ക് വന്നിട്ട് ഇവര് 4 മണിയായി പോയ വീട്ടിൽ നിന്ന്. ആ ആ ആ ആ അപ്പൊ സമയം- രാത്രിയല്ലേ? ആ രാത്രിയുടെ കാര്യം ഉച്ചക്ക് 2:30 ഉച്ചക്ക് 2:30 രാത്രി രാത്രി 2:30 വന്നിട്ട് 4 മണിക്കാണ് അവര് പോയത്. നല്ല സമയമാണല്ലോ സംസാരിക്കാനൊക്കെ അപ്പൊ പറ്റിയ. വന്ന് സംസാരിച്ചു. അത്ര നേരം അവര് പാചകമൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കഴിച്ച് പാചകം ചെയ്ത് ഇതൊക്കെ സലീമേട്ടൻ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഭയങ്കര ഓപ്പൺ ആണ് അല്ലെ, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഒന്നുമില്ല. പിടിച്ചു നോക്കും ഇറങ്ങി പോവുള്ളൂ. ആ അങ്ങനത്തെ ഒരു എന്നെയൊക്കെ പ്രശ്നം. എന്തോരം പിടിച്ചു വെച്ചാൽ തന്നിട്ട് വല്ല രക്ഷ കിട്ടി. ഒരു രക്ഷയില്ല. അയ്യോ സലിയപ്പന്റെ ഭയങ്കര. പിന്നാലെ പോയി. ഞാനും നോക്കുമ്പോ ഇപ്പൊ എല്ലായിടത്തും ചീഫ് ഗസ്റ്റ് ടിൻചേട്ടനാണ്. ഇന്നലെ ഏതോ കൃഷി വിതയ്ക്കുന്നതിന്റെ ഗസ്റ്റ് ലിസ്റ്റിലും കണ്ടു. അതാ ഞാൻ പറഞ്ഞത്. ആ കൃഷി സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ സംസാര വിഷയം സലീം കുമാർ തന്നെയാണ്. കാരണം അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് കൃഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സലിയപ്പൻ തമിഴ്നാട്ടിൽ കൃഷി നടത്തുന്നുണ്ട്, അവിടുത്തെ ഇങ്ങനെ പച്ചയോടുകൂടി നിൽക്കുന്ന വെണ്ടക്ക കണ്ടപ്പോൾ പറിച്ച് തിന്നാൻ പോയപ്പോൾ അയ്യോ അത് കഴിക്കരുത്, വിഷമടിച്ചാണ്, അത് കേരളത്തിനോട്ടുള്ളതാണെന്ന് പറഞ്ഞത് സലിയപ്പൻ പറഞ്ഞു. ആ സലിയപ്പനോട് പുള്ളി പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന അപ്പോൾ അതിന് എതിരായിട്ടാണല്ലോ നമ്മുടെ ഇവിടെ കൃഷി നടത്തുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ സംസാര വിഷയമാകുന്നതും സലിയപ്പൻ കൃഷി ചെയ്യുന്നത്. ശരിക്കും ചെമ്മീൻ കെട്ട് കൃഷി ശരിക്കും ഒരു ബിസിനസ് മാഗ്നറ്റ് ആണോ സലീം കുമാർ? ബിസിനസ് അല്ല, നിങ്ങൾക്ക് അത് തോന്നണ ബിസിനസ് കാശൊന്നും കിട്ടൂല. കാർഷിക വൃത്തി എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് അല്ല, ഒരിക്കലും ഒരു ലാഭമൊന്നുമില്ല. അതൊരു സംതൃപ്തിയാണത്, ക്രിയേഷനാണത്. അല്ലാണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സായിട്ട് കൂട്ടല്ലേ 5 പൈസ ലാഭം കിട്ടില്ല. ലാഭം കിട്ടില്ല. എന്തെങ്കിലും ഒരു 2 ലക്ഷം രൂപ ഇറക്കുമ്പോൾ 354 രൂപ ലാഭം കിട്ടും. വീട്ടില് കറി വെച്ചാൽ വല്ല ലാഭം കിട്ടും. ആ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കറി വെക്കാറുണ്ട്? കൊറേയൊക്കെ വെക്കാറുണ്ട്. ചോദിച്ചു എന്റെ കെട്ടിയോട് ചോദിച്ചു, നല്ല അസലായിട്ട് ബീഫ് വരട്ടി, ചിക്കൻ കറി, ഓംലെറ്റ് ഒന്നുമല്ല എന്തുവാണോ ചോദിച്ചാൽ അപ്പം വെച്ച് തരും. അല്ല ഞാൻ പറഞ്ഞ അതിന് ലാഭം കിട്ടാറുണ്ട്. ഇല്ല, ഒരു സന്തോഷമാണ്. സംതൃപ്തി, ഈ സലീമേട്ടന്റെ കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ടൈമിങ്ങിൽ സലീമേട്ടനെ ഞെട്ടിച്ച ഒരു ആക്ടർ ആരായിരിക്കും? ഒരുപാട് പേരുമായിട്ട് ചെയ്തിട്ടുണ്ട് കോമിക് ടൈമിങ്ങിൽ ഞെട്ടിച്ചപ്പോൾ ടിൻചേട്ടൻ അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ ഞാൻ ഞെട്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ പടക്കോയിട്ടാ പോണത് ഞെട്ടി. എന്നാലും സലീമേട്ടൻ തന്നെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഉസ്താദാണ്. എന്നാലും സലീമേട്ടൻ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ഇവൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഒരു പേര് മലയാളത്തിൽ എല്ലാവരും എന്നെ ഞെട്ടിച്ച ആൾക്കാർ തന്നെയാണ്, ഓരോരോ സീൻസിലെങ്കിലും. അപ്പോൾ ഒരാൾ മോശക്കാരായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ ചെയ്യണം വളരെ മോശമാണ് എന്ന് തോന്നിയിട്ടില്ല എനിക്ക്. അയാൾ ഇപ്പൊ ചില സിനിമകൾ അയാൾ ഭയങ്കര ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജഗത് ശ്രീകുമാർ, നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ, മാമുക്കോയ, പിന്നെ ആരാണ് അങ്ങനെ എല്ലാവരും അവർ വേറെ വേറെ ഫിലിംസിലൊക്കെ അവര് സൂപ്പറാണ്. അപ്പൊ ടിനി ആയാലും ടിനി പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വേറെ പടത്തിൽ അവൻ സൂപ്പറാണ്. അല്ല, ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും സലീമേട്ടന്റെ വീഡിയോസ് കണ്ട് ആ മണവാളനായാലും ഞങ്ങൾ കണ്ട് ഒരുപാട് ചിരിക്കുന്നതാണ്. സലീമേട്ടൻ സ്വന്തം ക്ലിപ്സ് ഒക്കെ കണ്ട് ചിരിക്കാറുണ്ടോ? ഓ, ഞാൻ ചിരിക്കാറുണ്ട്. ആണ് ഏറ്റവും കൂടുതൽ സലീമേട്ടൻ തന്നെ കൈവിട്ട് ചിരിക്കുന്ന ഏതായിരിക്കും? സലീമേട്ടന്റെ ഞാൻ നോക്കുന്നില്ല ഏതായിരിക്കും എന്നുള്ളത് ആണ്. എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കണ്ട സിനിമ ഈ വികാരങ്ങളൊക്കെ നമുക്ക് തുല്യമാണെന്നേ. നിങ്ങളും ചിരിക്കും, ഞാൻ ചിരിക്കും, ടിനിയും ചിരിക്കും. അവരവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു നമ്മൾ ഇരുന്നിരുന്ന്. ഒരിക്കലും ഇല്ല, എല്ലാം നന്നാക്കാം. എല്ലാം ഇന്ന് കഴിഞ്ഞാലും നാളെ തോന്നും. ഇന്നത്തെ ഗ്യാപ്പ് മതി, വേണ്ട ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പ് ഉണ്ടാല് നമ്മ പറയും ഇതിങ്ങനെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതല്ലല്ലോ, സംഭവിക്കുന്നതാണ്. അത് നാളെ കാണുകയാണ് ഈ ഇന്റർവ്യൂ. അയ്യോ കുറച്ചും കൂടി ആ ടിനിയോട് പറഞ്ഞിട്ട് മറ്റേ സംഭവം കയറ്റിയാൽ കുറച്ചും കൂടി നന്നാ. അത് കാലമാണ്. കാലം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും നന്നാക്കാമായിരുന്നു, ഇതിലും നന്നാക്കാമായിരുന്നു. കാരണം കാലത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, വേറെ വേറെ പുതിയ സാധനങ്ങൾ. ഇപ്പോൾ പഴയ സിനിമ എന്ന് വെച്ചാൽ മൊബൈൽ ഫോണില്ലെന്ന്. അപ്പോൾ അന്നത്തെ ആ സിനിമ കണ്ട് നമുക്ക് തോന്നിയാണ് അതിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു എന്ന് തോന്നുന്നതാണ്. അന്ന് മൊബൈൽ ഫോണില്ല. അപ്പോൾ കാലം ഓരോരോ സംഭവങ്ങളിങ്ങനെ മാറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആണ്. നമ്മളിപ്പം ഡയറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടെനിച്ചേട്ടാ പുകവലി നിർത്തിയിട്ട് 3 മാസമായി, തൊട്ടിട്ടേ ഇല്ലാന്ന്. ലോകത്തിലെ 8ാമത്തെ അല്ലെങ്കിൽ 9ാമത്തെ അത്ഭുതമാണ്. അതെ, കാരണം എൻ്റെ ഓർമ്മ വെച്ചത് കാലം മുതൽ. കാരണം ഫസ്റ്റ് എന്നെ ശാരിക എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് വിളിക്കാനാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു പോയി കുറേ കാലം കഴിഞ്ഞ് സലീം കുമാർ ഭയങ്കര ഫെയിമായി വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ബീഡി വലിച്ച ആളാണ് ഈ സലീം കുമാർ. ഞാൻ ഇത് പറഞ്ഞാ തുടങ്ങിയേ, കാരണം എൻ്റെ ഓർമ്മയിൽ സമയം കിട്ടിയ ബീഡി വലിച്ചോളയും. മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്നു, പ്രായത്തിൽ സീനിയർ ആണെങ്കിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ബെഞ്ചുണ്ട്, സലിയപ്പൻ എത്തിയെന്ന് അറിയുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ അവിടെ പോകെ ഇങ്ങനെ പോകണ്ടാവും. സലിയപ്പൻ എത്തിയുണ്ട്. ഒരു വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ എത്താറുണ്ട്. അപ്പൊ അന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിർത്തിന്ന് 3 മാസമായി.
ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി തുടരുത് ഇനി തുടരുത് തുടരരുത്. ഇല്ല. പള്ളിയിലച്ഛൻ്റെ കയ്യിൽ കുരിശ് കാണുന്ന പോലെയാണ് സലിയപ്പൻ്റെ കയ്യിൽ വീടി. വേറെ എന്താട്ടാ ഈ കാരണം അന്നൊക്കെ നമ്മൾ കാണുമ്പോ ഒരു ഇച്ചിരി ഗുണ്ടു സലീമേട്ടനായിരുന്നു. ഇപ്പൊ ഡയറ്റിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അതിനോടൊക്കെ വിരക്തി തോന്നി. ഓക്കെ. എതിരേക്കുള്ള പോക്കാണെന്ന് എനിക്കറിയില്ല. ഫുഡിനോടൊക്കെ ഭയങ്കര വിരക്തി തോന്നി. അല്ല എന്നാൽ ഇഷ്ടപ്പെട്ട് ഇപ്പൊ കഴിക്കുന്ന ഒരു ഇല്ല, ഒന്നും കഴിക്കുന്നില്ല. ഇഷ്ടമായിട്ടൊന്നും അങ്ങോട്ട് ആർത്തിയോട് കൂടി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വിശപ്പ് വരുമ്പോൾ കഴിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ പുകവലി നിർത്തിയതിന്റെ വല്ല ഇത് ഡോക്ടറാണ്. ഏറ്റവും സങ്കടം വന്നൊരു കേസുണ്ടായിരുന്നു. ഞാൻ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലിരിക്കുന്ന ഇതാണ്. ചെറിയൊരു സങ്കടം വന്നു എനിക്ക്. അപ്പം മിനിയാന്നാള് എനിക്കൊരു കോള് വന്നിട്ട് അല്ല സാർ, ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടപ്പുണ്ട് തിരുവനന്തപുരത്ത്, 4 ദിവസത്തെ ഡേറ്റ് എനിക്ക് വേണം. അയ്യോ നടക്കില്ല, എൻ്റെ ഉടമ്പ് ശരിയല്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചാൽ ആരാ ഹീറോ ആരാന്ന് വെച്ചു. രജനികാന്ത് ഹീറോ. അതെനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. കാരണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ആഗ്രഹം ചിലപ്പോൾ അഹങ്കാരമാകാം. ഞാൻ വിളിച്ചിട്ട് പോലും പോയില്ല എന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് വയ്യാണ്ടാണ് ഈ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ കാരണം. ഇല്ല, ഞാൻ ആർട്ടിസ്റ്റിനെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നോ പറഞ്ഞു. ഞാൻ പറ്റില്ല, എനിക്ക് ഇപ്പോൾ ഒന്ന് ബലവാനാവാനുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് മോശക്കാരനാവരുതേ. ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ എന്ത് ചെയ്യാനുള്ള ഒരു ഇതിൽ വേണം പോകാനായിട്ട്. കാലുകളൊക്കെ മുട്ടൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്. അതൊരു എനിക്കൊരു പക്ഷെ അതിലൊരു സന്തോഷം നമുക്കുണ്ട്. എന്താ പറയുക, ഇന്ത്യയിലെ എക്കാലത്തെയും സ്റ്റാർ അവിടെ നിന്നൊരു വിളി വന്നല്ലോ. അപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേരാണ്. എത്രയോ കാലം ചർച്ച ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പൊ അത്രയും ഒരു മതിയല്ലോ. രജനി സാറിന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും കുതിക്കുന്ന ആൾക്കാരാണ്. അതെനിക്ക് വേറെ പലരും വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു വിഷമമായിട്ട് തോന്നിയില്ല. ഇപ്പോഴും വിഷമമല്ല. ഓക്കെ. അങ്ങനെ ഏതെങ്കിലും ഒരു റോള് റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ട് സലീമേട്ട? അങ്ങനെ ഇല്ലാന്നറിയുന്ന പോലും ഈ തിരക്കുകൾ കാരണം അത് വിട്ടുപോയി. പിന്നെ അത് എത്ര എണ്ണം ഭയങ്കരമായിട്ട് സങ്കടം. തമിഴിലാണ്. തമിഴ് ഒരു പടം പറയാമോ? തമിഴായിട്ട് കുഴപ്പമില്ല, നമുക്ക് മലയാളം അല്ലേ ഇത്. ഇതില്ലേ എന്താണ് ബാലയുടെ പടം നാൻ കടവുൾ, ആര്യക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത പടം. അതിൽ വില്ലനായിട്ടോ? അയ്യോ. അപ്പൊ എന്നോട് കോള് തന്നെ എങ്ങനെയാണ്, സാർ ഒരു പടം നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയ പടമാണ്. അപ്പോൾ ഭാവനയാണ് ഇതിനകത്ത് ഹീറോയിൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് തമിഴ് അറിയില്ല, ഇതെല്ലാം മലയാളികളാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ലോയി സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. ലോയി സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പിന്നെ കുളപ്പുള്ളി ലീലയുണ്ട്, ഭാവനയാണ് ഹീറോയിൻ, ആരി അയാൾ പകുതി മലയാളിയാണ് ആരി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ സജഷൻ വിളിച്ച് ചോദിച്ചുകൂടാ. ലാൻഡുവിൻ്റെ അടുത്തും ലാൽ ജോസിൻ്റെ അടുത്തും ഷാഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടുകളയത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇനി അടുത്ത മാസം വരുമ്പോൾ, ഈ മാസം വരുമ്പോൾ അടുത്ത ഡേറ്റ് തരും. അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെറ്റ് പൊളിഞ്ഞു ഇവിടെ മഴയത്ത്. അപ്പോൾ 1 മാസം കൂടി വീണ്ടും ക്ലാഷ്. അപ്പോൾ എനിക്ക് തോന്നി ഈ പടം ചെയ്താൽ എനിക്ക് മലയാളത്തിൽ പടമില്ല. താടി വളർത്തുന്നുണ്ട് ഞാൻ. ഈ താടി വളർത്തി നേരെ ഹിമാലയത്തിലേക്ക് പോവാൻ ഞാൻ പറഞ്ഞു ഞാനില്ല. അതുകൊണ്ട് അങ്ങനെ വിട്ടത്. വില്ലൻ എവിടെ എത്തി നോക്കിയേ. അയാൾ പറഞ്ഞു സൈനം അത് വിടരുത്, ഇത് ലാൻഡിങ് ഓക്കെ, ലാൻഡിങ്ങിനെ പറ്റി വേഷം തന്നെയാണ്. പക്ഷെ ഇപ്പോഴൊരു വില്ലൻ ചെയ്യാൻ പറ്റും തോന്നുന്നു, ഒരു തെലുങ്ക് തമിഴിലൊക്കെ. ഇനിയും അല്ല, ഇത് ഒരാൾ തരണമല്ലോ. മനസ്സിലായി. ആ സമയം ഇതൊക്കെ പ്രശ്നമാണേ, ഒരാൾ തന്നെ. അതാണ്. ഇപ്പൊ എന്തായാലും ടിനിച്ചേട്ടൻ തിരക്കൊക്കെ മാറ്റി വെച്ച് ഭയങ്കര സൂപ്പർ ബിസി ആയിട്ട് ഓടിക്കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. നമ്മളുണ്ടാക്കണാണ്. എനിക്ക് പള്ളിയിൽ പോകണം വൈകിട്ട്. കൊറോണ വന്നതിന് ശേഷം പള്ളിയിൽ പോക്ക് ഇത്തിരി കുറഞ്ഞ് മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും നമുക്ക് പേടി വേണ്ടേ, ഭയം വേണ്ടേ? അപ്പോൾ പേടിക്കാൻ ഇപ്പം ആരുമില്ല, ആകെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിയൊന്നുമില്ല, ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. എന്നാലും ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സലിയപ്പൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിയെത്തിയതാണ്. അത് മിസ് ചെയ്യരുത്. ഈ തമിഴിൽ നിന്ന് വരുന്ന കോള് പോലെയാണത്. എനിക്ക് രജനീകാന്താണ്.
മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? ഇരിക്കുന്ന അത്ര നേരം എനിക്ക് എനർജി കിട്ടും. ഇവിടെ ടിനിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും എന്തും പറയാം, ആ സ്പിരിറ്റിലെ സലീമേട്ടനും എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഗേൾസിന് ഏത് സമയത്തും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഏത് സമയത്തും അവിടെ ഒരു ബ്രേക്ക്, അത് ഭയങ്കര അപകടമാണത്. പറഞ്ഞു പൂർത്തിയാക്ക്. അങ്ങനെയല്ല. ഗേൾസിന് ഇപ്പൊ അന്ന് ഞങ്ങള് കോമഡി ഷോ ചെയ്യുന്ന സമയം ഞാൻ റിമി ഒക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാ കൂറ കോമഡിയും ഞങ്ങളുടെ അഴിഞ്ഞാട്ടം ഞങ്ങൾ എല്ലാം സലീമേട്ടന്റെ മുന്നിലാ. ഇതൊന്ന് സലീമേട്ടന്റെ മുന്നിൽ ചെയ്യുമ്പോ നമുക്കറിയാം പണി കിട്ടും. അല്ലെന്ന്. ഏത് നൈറ്റ് ആണെങ്കിലും സലീമേട്ടൻ്റെ പോകാൻ നമ്മൾ ധൈര്യത്തോടെ പോകും എന്ന് പറയും. കാരണം നമുക്ക് വേറെ എന്തോ ഒരു ബ്രദർലി ഫീലിങ്ങോ ഭയങ്കര ഒരു മൂത്ത ജ്യേഷ്ഠനുള്ള ഒരു അത് ആ ഗ്യാപ്പ് വരരുതായിരുന്നു. പറഞ്ഞതിനൊരു ഗ്യാപ്പ് ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്. അതാണ് നീ ആലോചിച്ചു. അല്ല ഞാനത് ഏതാ പറയണോന്ന്. കാരണം ഇയാള് യഥാർത്ഥം പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണോ? അങ്ങനെയല്ല. കാരണം നമുക്കിപ്പോ കെട്ടിപ്പിടിക്കാൻ തോന്നുക, എന്ത് ചെയ്യാം, സലീമേട്ട ആ ഒരു സ്പിരിറ്റിലെ എടുക്കത്തുള്ളൂ അത്, അല്ലാതെ വേറെ മോശം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹരമാണ് സലീമേട്ടൻ എന്ന് പറയുന്നത്. ഇരയാക്കാണ്ടിരുന്നാ മതി. അതെ. എന്തായാലും സന്തോഷം. അപ്പൊ ടിനിച്ചേട്ടനിരിക്കുമ്പോ വളരെ സന്തോഷം. പക്ഷെ ചന്തുവിന് സലീമേട്ടന്റെ ഭയങ്കര ചായ. അത് പിന്നെ മോനല്ലേ. നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് ഷാറൂഖ് ഖാനും സലീം കുമാറും ആണ്. ബോഡി ഗാർഡ്സ് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാരും അങ്ങോട്ട് പിടിച്ചു മാറ്റുക, പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും സലീമേട്ടൻ ഞാൻ വീഡിയോ അപ്പുറത്തുണ്ട്.